Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ വളരെ ബഡ്ജറ്റ് ഡിവൈസ് ആണ്. 8999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ഡിവൈസ് ആണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് 30A. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 8GB റാമും 128GB സ്റ്റോറേജുമാണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. 50 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്, 5000 mAh ബാറ്ററിന് 90 Hz റിഫ്രഷ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു പാക്കേജ് നമുക്ക് പറയും. അപ്പോൾ വെറും 8999 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 30i എന്ന് പറഞ്ഞാൽ 50 മെഗാപിക്സൽ ഡുവൽ AI ക്യാമറ, 120GB, പിന്നെ 16GB ഏരിയുണ്ട്, 8+8 ആണ്, എക്സ്പാൻഡബിളും. അതേപോലെ വെർച്വൽ റാമാണ് 8GB, മെയിൻ റാം 8GB ഉണ്ടെങ്കിലും 8GB റാം 10,000 രൂപയ്ക്ക് താഴെ വരുന്നത് പ്രോബ്ലി ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ സാധാരണ 4ഉം 6ഉം ഒക്കെയാണ് വരുന്നത്. ഇവിടെ 8GB റാമാണ് വരുന്നത്, 50 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയാണ് 5000 mAh ബാറ്ററി, ഹീലിയോ G37 ഒക്ടകോർ പ്രോസസ്സറാണ്, 90 Hz HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോംപ്രമൈസുകളൊന്നും വലിയ കാര്യമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 9000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ ഗ്ലേഷ്യർ ബ്ലൂ എന്നാണ്. അപ്പോൾ ഇതാണ് കളറ്. അപ്പോൾ ഇതാണ് ഡിവൈസ് ഹോട്ട് 30i. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്ന നോക്കാം. അപ്പോൾ ഒരു അഡാപ്റ്ററാണ് ഇത്. എനിക്കൊന്ന് 5V അഡാപ്റ്റർ തന്നെയാവാൻ ചാൻസ്. അതെ, 5V 2A 10W അഡാപ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് ആണ്. അത് നല്ല ആസ്പെക്റ്റ് ആണ്. കാരണം ഇപ്പോഴും ചില ബഡ്ജറ്റ് ഡിവൈസസ് മൈക്രോ USB പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് Type-C കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെ നല്ലൊരു കേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു TPU കേസാണ്. ആ ക്യാമറ കട്ടൗട്ടൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. അതല്ലേ, ഇതാണ് മാനുവൽ. ഇത്രയും ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസൈൻ നോക്കാം. നമുക്ക് കണ്ടില്ലേ, സൈഡിൽ ഫ്ലാറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്ലിമ്മാണ്, ലൈറ്റ് വെയ്റ്റും ആണ്. പിന്നെ ബാക്കിൽ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ക്യാമറ യൂണിറ്റ് ഡ്യുവൽ ക്യാമറയും അതേപോലെ തന്നെ ഒരു LED ഫ്ലാഷിംഗ് ആണ്. നല്ലൊരു നീറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ ഒരു ഡയമണ്ട് കട്ട് പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ്. ഒരു 9000 രൂപയുടെ ഡിവൈസാണെന്ന് തോന്നത്തേ ഇല്ല. പിന്നെ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാൻ നല്ല ഒരു ആസ്പെക്റ്റ് ആണ്. ഇവിടെ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വോളിയം കീസുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴെ നമുക്ക് USB Type-C പോർട്ടും അതേപോലെ സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ. പിന്നെ ഇൻഹാൻഡ് ഫീൽ നല്ലതാട്ടോ. ഇന്ന് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ്. നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്. കയ്യിൽ ഒതുങ്ങണ ഒരു ഡിവൈസ് കൂടിയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് വരുന്നത്. എസ്പെഷ്യലി ബാക്ക് പാനൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളർഫുൾ പാറ്റേണും ഉണ്ട്. പിന്നെ ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. നമുക്കിവിടെ കിട്ടുന്നത് 720p അതായത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ഒരു ഡിസ്പ്ലേ ആണ്. കാരണം പീക്ക് ബ്രൈറ്റ്നസ് 500 nits ആണ്. പിന്നെ വരുന്ന റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഇവിടെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് നോക്കാം. അതുണ്ടല്ലേ, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഓട്ടോ 60 അല്ലെങ്കിൽ 90 Hz. അപ്പോൾ നമ്മളിപ്പോൾ 90 Hz ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 90 Hz റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി പറയാം. സ്റ്റാൻഡേർഡ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്കൊന്ന് നല്ലതാണ്. അത്യാവശ്യം നല്ല കളേഴ്സും നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ അത്യാവശ്യം ബേസിക് എന്താ പറയുക ബ്രൈറ്റ്നസ് ലെവൽസ് ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. നല്ലൊരു ഇൻഹാൻഡ് ഫീലും അതേപോലെ നല്ലൊരു വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിന് പറ്റിയ ഒരു നല്ല ഡിസ്പ്ലേ ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. ഇത് പവർ ചെയ്തിരിക്കുന്നത് ഹീലിയോ G37 ഒക്ടകോർ പ്രോസസ്സറാണ്. ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ മീഡിയടെക്കിൻ്റെ G37 ആണ് വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടില്ലേ, നാവിഗേഷൻ ചെയ്യുമ്പോഴും പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോകുമ്പോൾ അത്യാവശ്യം ബേസിക്കായ ഒരു സ്പീഡൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആപ്പ് സ്വിച്ചിങ് ആണെങ്കിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വേണ്ട ഒരു ബേസിക് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്തത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിനകത്താണ് ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉള്ളത്. കാരണം Android 12 വരുന്നുള്ളൂ, Android 13 ഇല്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക April ആയല്ലോ 2023. എന്നിട്ട് പോലും ഫോൺ Android 12 ഇറങ്ങിയിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. അതാണ് ഒരു പ്രോബ്ലമാറ്റിക് ആസ്പെക്റ്റ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരുപാട് നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാൻ പറ്റില്ല. എങ്കിലും Android 13 വേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കി ഡീറ്റെയിൽസ് ആണ്. ഹീലിയോ G37 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. 8+8 ആണ് വരുന്നത്. 120GB സ്റ്റോറേജ് ആണ്. ഇത് പ്രോബ്ലി വളരെ റെയർ ആയിട്ട്
കാണുന്ന ഒരു ഫീച്ചറാണ് 128GB സ്റ്റോറേജ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും വളരെ ചുരുക്കം ഫോൺസിൽ വരുന്നുള്ളൂ. അതേപോലെ തന്നെ 8GB റാമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് എനിക്കൊന്നും കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. ആപ്പ് സ്വിച്ചിങ് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം 9000 രൂപയുള്ള ഫോണിന് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇവിടെ കിട്ടുന്നുണ്ട്. LPDDR4X റാമാണ്, eMMC സ്റ്റോറേജാണ് 128GB വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡ്യുവൽ ക്യാമറയാണ്. 50 MP പ്രൈമറി ക്യാമറ, പിന്നെ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ 5 MP ആണ്. ഇവിടെ f2.0 ആണ് ഫ്രണ്ട് ക്യാമറേൻ്റെ അപ്പേച്ചർ വരുന്നത്. അപ്പോൾ ക്യാമറ 50 MP ക്യാമറ ഒരു ഇപ്പോൾ നമുക്ക് അറിയാം ഒട്ടുമിക്ക ഫോൺസിലും 50 MP വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം ക്യാമറ UI എടുത്താൽ അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട്. 50 MP മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, അതേപോലെ AR ഷോട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ബ്യൂട്ടി മോഡ്, വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ 1080p റെസൊല്യൂഷനിൽ സപ്പോർട്ടഡ് ആണ്. അതും നല്ല ആസ്പെക്റ്റ് ആണ്. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നൈറ്റ് മോഡ് ഇൻക്ലൂഡർ അല്ല. പ്രോബ്ലി ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റ് മോഡിൽ ഇൻക്ലൂഡർ അല്ലാത്ത. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറൻ്റെ ആസ്പെക്ട്സ് പറയുകയെന്ന് വെച്ചാൽ എനിക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ക്യാമറ. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടിയണം. ഇതെല്ലാം Infinix 30i എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ നമുക്ക് 10 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. 5000 വാട്ട് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 10 വാട്ട് ചാർജിങ് ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഫാസ്റ്റ് ചാർജിങ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10 വാട്ട് എനിക്ക് തോന്നുന്നു പ്രോബ്ലി 2 മണിക്കൂറിലേറെ എടുക്കും ചാർജ് ചെയ്യാൻ 5000 mAh കപ്പാസിറ്റി ബാറ്ററി. എങ്കിലും നല്ല ബാറ്ററി ലൈഫാണ്. കാരണം ഒരു ബേസിക് ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 30iൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആസ്പെക്റ്റ് ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു ലുക്സാണ്. ബഡ്ജറ്റ് ഡിവൈസാണ് തോന്നത്തേയില്ല, അത്രയും നല്ല ലുക്സാണ് വരുന്നത്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റുള്ള നല്ലൊരു ബ്രൈറ്റ് ഡിസ്പ്ലേയാണ് വരുന്നത്. പിന്നെ 50 MP ക്യാമറയും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്യാമറയുടെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് 8GB റാമും 128GB സ്റ്റോറേജുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 8+8 ഉണ്ട്. വെർച്വൽ റാമായിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. അപ് ടു 1 TB എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണെങ്കിലും Android 13 കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണ് ഇൻഫിനിക്സ് ഹോട്ട് 30i. ഇത് 8999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 30iൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.